ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കണ്ട സിനിമ എന്ന സെഗ്മെന്റിൽ ഞാൻ പറയാൻ പോകുന്ന സിനിമ ഫ്യൂരിയോസ എ മാഡ് മാക്സ് സാഗ എന്നുള്ള ഹോളിവുഡ് മൂവിയെ പറ്റിയാണ്. ഇത് എ മാഡ് മാക്സ് ഫ്യൂരി റോഡിന്റെ പ്രീക്വലായിട്ട് ഈ വർഷം റിലീസായുള്ള സിനിമയാണ്. മാഡ് മാക്സ് ഫ്യൂരി റോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അപ്പം അതിൻ്റെ കഥയും കാര്യങ്ങളെല്ലാം ഞാൻ മറന്നുപോയായിരുന്നു. ഇതിപ്പം പ്രീക്വലായിട്ട് ഇറങ്ങുന്നെങ്കിലും ആ സിനിമയ്ക്ക് മുമ്പായിട്ട് നടക്കുന്ന കഥയാണ് ഇതിൽ പറയുന്നത്. അതിലെ മെയിൻ മാഡ് മാക്സ് ഫ്യൂരി റോഡിലെ മെയിൻ ആയിട്ടുള്ള ഫ്യൂരിയോസ എന്നുള്ള ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി പറയുന്നത് പോലാണ് ഈ സിനിമ. അപ്പം എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ആ മാഡ് മാക്സിൻ്റെ സ്റ്റോറി കാര്യങ്ങളെല്ലാം മറന്ന് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഫുള്ള് മറന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് മാഡ് മാക്സ് ഫ്യൂരി റോഡ് ഞാൻ വീണ്ടും ഒന്നുകൂടി കണ്ടു. അത് കണ്ടപ്പോൾ അത് വീണ്ടും ബെറ്ററായിട്ട് ആ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു സൂപ്പർ മൂവിയാണ്. അതേപോലെ അതിനോടുള്ള ഒരു ഇഷ്ടം വീണ്ടും നമുക്ക് കൂടും. ഈ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമ വീണ്ടും നമ്മൾ കാണുവാണെങ്കിൽ ആ സിനിമയോടുള്ള ഇഷ്ടം വീണ്ടും നമുക്ക് കൂടും. ഈ സിനിമ ആ സിനിമയും തമ്മിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ സിനിമയുടെ ജേർണറും ആ സിനിമയുടെ ജേർണറും രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ജേണറാണ്. ഈ സിനിമ നമുക്ക് ആ ഒരു വേൾഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് തരാനെ കൊണ്ട് നിർമ്മിച്ച സിനിമയാണ്. നമ്മൾ ആ മാഡ് മാക്സ് ഫ്യൂരി റോഡ് കാണുമ്പോഴും അതിൽ പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവത്തില്ലായിരുന്നു. നമുക്ക് ആ ഒരു ഫസ്റ്റ് പാർട്ട് ആദ്യം കാണുവാണെങ്കിൽ ജസ്റ്റ് എല്ലാം ഒന്ന് ടീസ് ചെയ്ത് പോകുന്നതല്ലാതെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും അതിൽ കാണിക്കുന്നില്ലായിരുന്നു. ഇത് കണ്ടിട്ട് ഒന്നുകൂടി ആ സിനിമ കാണുവാണെങ്കിൽ നമുക്ക് അവർ പറയുന്നതെല്ലാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. ഈ സിനിമ അത്ര മോശമൊന്നുമല്ല, റിവ്യൂ നിങ്ങൾ കാണുന്നതിലോട്ട് അത്ര മോശമൊന്നുമല്ല. ഈ മാഡ് മാക്സ് ഈ ഫ്യൂരിയോസ എന്ന് പറയുന്ന ഈ സിനിമ അത്രയ്ക്ക് മോശമൊന്നുമല്ല. എല്ലാവർക്കും കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക ഗൈസ്. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.